നമുക്ക് വീട്ടിലെ ഏറ്റവും ഇഷ്ടമുള്ളൊരു ഏരിയയാണ് ഇവിടെ. നമ്മൾ ടെറസിൻ്റെ മോള് ഇതൊന്നും നല്ല രസമാണ്. കാറ്റൊക്കെ ആയിട്ട് അടിപൊളിയാണ്. ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമ്മുടെ നാട് കട്ടപ്പനയാണ്. ആ സൈഡിലേക്ക് വന്നിട്ടുള്ളവർക്കറിയാം, ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമാണ് നമ്മുടേത്. അതുപോലെ തന്നെ കൃഷികൾക്കൊക്കെ ഒത്തിരി പേരുകേട്ട ഒരു സ്ഥലമാണ്. അപ്പം നമ്മുടെ പറമ്പിലുണ്ടാകുന്ന കുറച്ച് വിളകളൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അതിനകത്ത് കുറച്ച് സ്പൈസസും പിന്നെ കുറച്ച് ഫലവർഗ്ഗങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം പപ്പ നല്ലൊരു കർഷകനാണ്. നമുക്ക് എല്ലാം നോക്കാം. ഇത് റംബൂട്ടാൻ, കരിയാപ്പോ, ഇത് ഇതിൻ്റെ കായുണ്ടല്ലോ. നമുക്കിത് പേര, ഇതും പേര ഉണ്ടാവുന്നേ. ഇത് ഗ്രാമ്പൂ അല്ലേ? ഇത് വാഴ അറിയാലോ, ഗ്രാമ്പൂ. ഇത് പണിനീർ ചാമ്പ ആണോ? ആര്യവേപ്പിൻ്റെ ആര്യവേപ്പ്. അതിനകത്തുണ്ടോ തേനീച്ചക്കൂട്? അതിനകത്താണോ കൂട് ഇട്ടേക്കുന്നത്? പെട്ടിക്കകത്തില്ലല്ലേ? ഈ പെട്ടിക്കകത്തുണ്ട്. ഈ പെട്ടിക്കകത്തുണ്ട്, ഈ ടയറിനകത്തുണ്ട്. അപ്പം ഇവളും തുറന്നെടുക്കുവോ? കാഴ്ചിട്ടുണ്ടല്ലേ. ഇത് വയലറ്റ് അല്ലല്ലോ? ചെറിയ വയലറ്റാ അല്ലേ? പഴുത്ത് നമ്മൾ പറിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ പുളിയമ്പേരല്ലേ? വയലറ്റ് പേരയല്ലേ? പുളിയമ്പേര അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഇത് വയലറ്റ് പേര. ഇത് ഫാഷൻ ഫ്രൂട്ട് നിറച്ചുണ്ടല്ലോ, ഇവിടെ നിറച്ചുണ്ട്. ഇത് ഫാഷൻ ഫ്രൂട്ട് കയറിയേക്കുന്ന പനിനീർ ചാമ്പയുടെ മരത്തേലോട്ടാണല്ലോ. ഇതെൻ്റെ പനിനീർ ചാമ്പയുടെ മരമാണിത്. പഴമുണ്ടോ? പഴുത്ത ഫാഷൻ ഫ്രൂട്ട് പറിച്ചേക്കുന്നത്. ഓക്കെ, മാവും പ്ലാവും എല്ലാം ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ജാതിയാണ് സർവ്വസുഗന്ധി അല്ലേ? നമുക്ക് കറിക്കൊക്കെ ഇടാനായിട്ടുള്ളല്ലേ. എല്ലാം ഏലത്തൈകളാ, താഴത്ത് മൊത്തം ഏലോ. കൈതച്ചക്ക. ഇതും ജാതിയാണ്. ഇത് ജാതി. അതെ, നിറച്ച് കാഴ്ച. ബഡ് മാവ, കുരുമുളക്, ചില്ലിക്ക. ഇത് മഞ്ഞളല്ലേ? കാച്ചി. ഇത് മരുന്നാണോ? ഗ്ലൂക്കോസ് പഴം. നല്ല മധുരമുള്ളൊരു ഇതാ, ഫ്രൂട്ടാ. കാറ്റാടി. ആത്തക്ക ഉണ്ടാണ്. നമ്മുടെ ഫ്രണ്ടിൽ ഒരു വലിയ ആത്തുണ്ടാണ്, അതൊക്കെ വെട്ടിക്കൊന്ന് ഇതിപ്പം വേറെ വെച്ചേക്കുന്ന ആത്ത. കൊടംപുളി. നെല്ലി. ഫ്രൂട്ട് ഇത് വഴി കൂടെ കയറ്റി വിട്ടിട്ടുണ്ടല്ലോ, അങ്ങോട്ട് മൊത്തം അല്ലേ? ഇത് റംബൂട്ടാൻ തന്നെയല്ലേ? പുളിയമ്പേര. ഇത് കായിട്ടായിരുന്നോ? ഗ്ലൂക്കോസിൻ്റെ തന്നെയല്ലേ? ഇത് നാരകം. പേര. സപ്പോട്ടല്ലേ?
എന്താ മുള്ളാത്ത. മനസ്സിലായി. മുള്ളാത്ത ഔഷധം കൂടെ അല്ലേ? നല്ല രുചിയുണ്ട്, ഔഷധവും. ഇത് ഈ അശോകത്തിന്റെ പൂവ് പറഞ്ഞു. ചെത്തി പോലെ ഇരിക്കും അല്ലേ? നല്ല മണമേ. പനിക്കൂർക്കല്ലേ? പനിക്കൂർക്ക, കപ്പളം, മാവ്. ആടലോടകം കുറുകുറുപ്പിനൊക്കെ വേണ്ടിട്ടൊക്കെ ഉള്ളു അല്ലേ? തേനും വയമ്പും എന്ന് പറഞ്ഞ വയമ്പ് തേനും കൂടി ചേർത്ത് അത് കൊടുക്കുന്ന എന്തിനു വേണ്ടിട്ടോ? കുറുകുറുപ്പോ? അത് പുളിയും പേരയ്ക്ക. ഇത് നിറച്ചും പേരയ്ക്ക ഉണ്ടാവും. അരുത ഭയങ്കര മണമല്ല. തുളസി, പനിക്കൂർക്ക, ഇത് ചീനി, കത്രിക്ക. മരുന്നാണോ? കുഴൽക്കിണറിന്റെ മോട്ടറാണോ? ഓണാക്കാണോ? ഓറഞ്ച്, കോവല്, പന്തല് കയറ്റിട്ടേക്കുന്ന. കസ്തൂരി മഞ്ഞളോ? ഇത് ചീനിക്കിഴങ്ങ്. ഈ മരം ബട്ടർ ഫ്രൂട്ടാണ്. ഇതുണ്ടോ ബട്ടർ ഫ്രൂട്ട്? നോക്കുന്നത് വെട്ടടിക്കുന്നതുകൊണ്ട് ശരിക്കും കാണാൻ പറ്റത്തില്ല. നല്ല വലുപ്പമുള്ള ബട്ടർ ഫ്രൂട്ട് അല്ലേ? അവോക്കാഡോ ആയി കിടക്കണേ. അത് ഏലം എങ്ങനെയാണ്? നമ്മുടെ ഏലത്തിൻ്റെ കൃഷി രീതി ഒത്തിരി പേർക്ക് അറിയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണങ്ങുന്നതിനെ പറ്റി ഇട്ടപ്പം അങ്ങനെയാണ് ഉണങ്ങുന്നതെന്നൊക്കെ എല്ലാവരും ചോദിച്ചായിരുന്നു. അപ്പോൾ ഏലത്തിൻ്റെ പരിചരണമൊക്കെ എങ്ങനെയാണ്? അപ്പോൾ അതൊന്ന് വീഡിയോയ്ക്കകത്ത് പറയുകയാണെങ്കിൽ ഒത്തിരി പേർക്ക് അറിയാൻ പറ്റുമായിരുന്നു. ഇതുപോലെ ഒരു തട്ട കൊണ്ട് വെച്ചാൽ മതി. ഇതുപോലെയുള്ള ഒരു ചിമ്പ് എടുത്ത് വെക്കുക, കുഴിച്ച് വെക്കും. കുഴിച്ച് വെച്ച് ഒരു വർഷമൊക്കെ ആകുമ്പോഴത്തേനും അതിൻ്റെ ചുവട്ടിൽ ഇതുപോലെ ചെറിയ ചരം പൊട്ടും. ആ ചരത്തേന്ന് കായുണ്ടാവുന്നു. ആദ്യം പൂവിട്ട് പിന്നെ അത് കായായി. ഇതുപോലെ ഒരു ചരം നീണ്ടു വരും. ഇതുണ്ടോ? ഇതിൻ്റെ വരുന്നത് ഇത് കായ. ഈ കായ ഒരു 3 മാസം കൊണ്ട് ഈ കായ വളഞ്ഞു കിട്ടും. അത് നമ്മൾ പഴുത്തത് മാത്രം നോക്കി നോക്കി എടുക്കും. ഒരു ഇതുപോലെ ഒരു കൊത്തല് 10-15 കായ കിട്ടും. അത് നമ്മൾ പഴുക്കുന്നതനുസരിച്ച് അടിയിൽ നിന്ന് 1-2 കായ വെച്ച് പഴുക്കുന്നതനുസരിച്ച് എടുത്തിട്ടുണ്ട്. എടുത്തിട്ട് നമുക്ക് കാലാവസ്ഥയൊക്കെ നല്ലതാണെങ്കിൽ ഒരു 6-7 പ്രാവശ്യം എടുക്കാനുള്ള കായ കിട്ടും. ഒരു ചെടിയെന്ന് നല്ല ഇതൊക്കെ ആണെങ്കിൽ 1 കിലോയ്ക്കുള്ള 1 കിലോയ്ക്ക് കൂടുതൽ ഉണക്കി കിട്ടാനുള്ള കാ കിട്ടും. 6 കിലോ കാ കിട്ടും പച്ചക്ക. എന്നിട്ട് കിലോ നല്ല പണിയൊക്കെ എടുത്ത് 8-10 കിലോ എടുക്കുന്നവരുണ്ട്. സാധാരണ പണിക്ക് കിട്ടും. ഈ വർഷം ഉണക്ക് വന്നുകൊണ്ട് ഒരുപാട് ചെടി പോയതാണ്. പണിയുണ്ട് അല്ലേ? പണിയുണ്ട്. ഇപ്പം മാർക്കറ്റിൽ വിലയുണ്ടോ? ഇപ്പം 2000 രൂപയ്ക്കുള്ളിൽ വിലയുണ്ട്. ഉണക്കൂലി നമുക്ക് എത്ര വരും? ഉണക്ക 1 കിലോയ്ക്ക് 12 രൂപ വരും. ഉണങ്ങുന്നത് ഒരാളെടുത്താൽ 10 കിലോ കാലൊക്കെ എടുക്കും. വെറുതെ ചെടി പോയാൽ മതി. നമ്മുടെ കിണറ് ശേഷം ഇതുവരെ ഉണക്കായോണ്ടാ ചെടി പോയത്. ഇപ്പം മഴ പെയ്തല്ലേ ഉള്ളൂ. ഇപ്പം മൊത്തം ചെടി കുറേ ഭാഗം റീപ്ലാന്റ് ചെയ്യണം. എല്ലാം പറിച്ചിട്ട് വെക്കേണ്ടി വരും. ആലിപ്പൂവുണ്ട്, റോസ്റ്റുണ്ട്, പാലങ്കോടൻ, അതെല്ലാം റോസ്റ്റെല്ലാം ഒടിഞ്ഞു പോയതാണ്. ഏത്തക്കയില്ലേ? ഏത്തപ്പഴം. ഇത് ഏത്തവാഴ. ഇതല്ലേ? ശരി. ഏത്തവാഴ കണ്ടാലും എങ്ങനെ തിരിച്ചറിയാൻ പറ്റുന്നേ? സൈസ് വ്യത്യാസമുണ്ട്. ഏത്തവാഴ, ഇത് റോസ്റ്റ വാഴ, ഈ ആലിപ്പൂ മഴ, പിന്നെ വരിക്കത്തില്ല വ്യത്യാസം. ചീവീടിന് ശബ്ദമാ. ഇത് കൂഴ, കൂഴപ്ലാവ്. കൊരങ്ങന്മാർ വരുമോ? രാവിലെ ഉണ്ട്. ആണല്ലേ? പഴം തിന്നാൻ വരുന്നതല്ലേ, ചക്കപ്പഴം. കാരണം ഈ വലിയ മരങ്ങളായതുകൊണ്ട് മരത്തിൻ്റെ മുകളിലൊക്കെ ഭയങ്കര
ഉച്ചത്തിലായിരിക്കും ചക്കപ്പഴം കിടക്കണം. നമുക്കത് പഴുത്താലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഈ ഏരിയയിലൊക്കെ ആൾക്കാർ വന്ന് പറിച്ചുകൊണ്ട് പോകും. തമിഴ്നാട്ടിലേക്കൊക്കെ പറിച്ചുകൊണ്ട് കൊണ്ടുപോയി വിൽക്കാൻ കൊണ്ടുപോകുന്നു. മരുന്നുകളല്ലേ, ഏലത്തിനുള്ള മരുന്നുകൾ, പമ്പ്, മോട്ടർ, എല്ലാം വെക്കണേ. അടച്ചേക്കാം. വളം, പുറപ്പണിക്കുള്ള സാധനങ്ങളെല്ലാം, ഏണി. ഇവിടെ നോക്കി എല്ലാം കാണാം കേട്ടോ. നല്ല പച്ചപ്പായിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് നല്ല രസമാണ്. ഇപ്പോൾ കുറച്ചൊക്കെ ഉണക്കം വന്നുകൊണ്ടല്ല ഇച്ചിരിയൊക്കെ പഴുത്ത ഇലയൊക്കെ ഉണ്ട്. ഇത് ഏത് കാപ്പിയാ? പൊടി. കാപ്പിക്കാണേലും എന്താ പല ഗ്രാമ്പൂ. പറിച്ചതിന്റെ ബാക്കിയുള്ളത് കുറച്ച് നിൽക്കുന്നല്ലേ. ഓ, അതിന്റെ ഇടയ്ക്ക് ഒരു ഈച്ചപ്പെട്ടി ഉണ്ടല്ലേ. ആ, അതിന് പെട്ടിക്കകത്തൊക്കെ അതിപ്പോ ടയറിനകത്തൊക്കെ ആണോ? അപ്പൊ ഈ തേനീച്ച തന്നെ നമ്മുടെ ഏലത്തിന്റെ പരാഗണത്തിനും ഹെൽപ്പ് ചെയ്യത്തില്ലേ? അപ്പൊ ഈ ചേർന്ന് നല്ലതുപോലെ. ഇത് നമ്മള് കണ്ട പാഷൻ ഫ്രൂട്ട് മമ്മി ജ്യൂസ് അടിച്ചേക്കുന്നതാണ്. നല്ല ഫ്രഷ് നാച്ചുറൽ പാഷൻ ഫ്രൂട്ടിന്റെ ജ്യൂസ്. നല്ല രുചിയാണ്, പക്ഷെ നല്ല കളറ്. ഇത്രയും കളർ വന്നേ അരിച്ചെടുത്തല്ലേ അതിൻ്റെ. നല്ല സൂപ്പർ ജ്യൂസ്. ഔഷധമാണ് പാഷൻ ഫ്രൂട്ട് അല്ലേ? ക്യാൻസറിൻ്റെ എന്തിൻ്റെയാണ്? അതിൻ്റെ ഔഷധം കൂടെയാണ്. ഒത്തിരി നമ്മുടെ ഈ ഏരിയയിലൊക്കെ അതിൻ്റെ വലിയ തോട്ടമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലാത്ത എന്തെങ്കിലും ചെടികളോ മരങ്ങളോ ഒക്കെ ഈ വീഡിയോയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ, നമുക്കറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കൂടുതൽ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ദ ചാനൽ. അപ്പം വേറൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.